സ്വാഗതം. നോക്കുക, ട്രംപിന്റെ യുദ്ധം അമേരിക്കൻ ജനതയെ എത്രമാത്രം ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളത്. ഈ ഒരു ബുദ്ധിമുട്ട്, കഷ്ടപ്പാടുകൾ കൂടാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം ട്രംപ് ഈ നിലപാടുമായി മുന്നോട്ട് പോയാൽ ഏതൊക്കെ തരത്തിലായും അത് അമേരിക്കയെ ബാധിക്കുക എന്ന് ഇപ്പോൾ പ്രവചിക്കാനാവില്ല. എണ്ണവിലയുടെ കാര്യം തന്നെ ആദ്യം എടുക്കാം. എണ്ണവില ഉയരുകയാണ്. അമേരിക്കക്കാർ ഇപ്പോൾ കൂടുതൽ വില നൽകേണ്ടി വന്നിരിക്കുന്നു പെട്രോൾ വാങ്ങുന്നതിന്, എണ്ണ വാങ്ങുന്നതിന്. മറ്റൊരു കാര്യം, തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് അമേരിക്കൻ പ്രദേശമായി പ്രഖ്യാപിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. പക്ഷേ ഇതിൽ വലിയ അതിശയം കാണാനില്ല. കാരണം ഇത്തരത്തിലുള്ള പല ഭീഷണികൾ, പ്രസ്താവനകൾ ട്രംപിന്റെ ഭാഗത്തുനിന്ന്, അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വന്നു കഴിഞ്ഞു. ഇറാനെതിരായ നിലപാട് കൂടുതൽ കടുപ്പിക്കുകയാണ് ട്രംപിന്റെ പ്രഖ്യാപനത്തിലൂടെ. ഇറാനെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ വൈകാതെ ഹോർമൂസ് കടലിടുക്കിനെ അമേരിക്കയുടെ പ്രദേശമായി പ്രഖ്യാപിക്കുമെന്ന് ട്രംപ് വീണ്ടും ഉറപ്പിച്ചു പറയുന്നു. എന്നാൽ എന്തുറപ്പാണ് ഇക്കാര്യത്തിലുള്ളത് എന്നുള്ളതാണ് ചോദ്യം. എന്നാൽ ഇത് എപ്പോൾ, എങ്ങനെയാണ് നടപ്പാക്കിയത് ട്രംപ് വിശദീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രസ്താവനയിൽ വലിയ അതിശയമൊന്നും ഇറാൻ കാണുന്നില്ല, ലോകരാജ്യങ്ങൾ കാണുന്നില്ല. കാരണം ഇതുപോലെ ഒരുപാട് ഭീഷണികൾ ഒന്നും നടപ്പായില്ല, അങ്ങനെ തന്നെ അവശേഷിക്കുന്നു. നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് വരാം. അമേരിക്കക്കാരെ അസ്വസ്ഥരാക്കുന്നത് മറ്റൊരു കാര്യമാണ്. അമേരിക്കൻസ് ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ ബിഗർ ഗോൾ ബിഹൈൻഡ് പേയിങ് എ ലിറ്റിൽ മോർ അറ്റ് ദ പമ്പ് എന്ന വാചകം ഇപ്പോഴത്തെ അമേരിക്കയിലെ ഇന്ധനവിലയും ഇറാൻ ഹോർമൂസ് പ്രതിസന്ധിയും ചേർത്താണ് മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് അമേരിക്കയിൽ പെട്രോൾ വില ഉയരുന്നത്? പ്രധാന കാരണം അമേരിക്കയിലെ പെട്രോൾ ക്ഷാമം മാത്രമല്ല, ആഗോള എണ്ണ വിപണിയിലെ സപ്ലൈ ഷോക്കാണ്. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് തന്നെയാണ് വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നത്. ലോകത്തിലെ വലിയൊരു എണ്ണ വ്യാപാര പാതയായ ഹോർമൂസ് കടലിലൂടെയുള്ള എണ്ണ ഗതാഗതം തടസ്സപ്പെട്ടതോടെ ആഗോള ക്രൂഡ് ഓയിൽ സപ്ലൈയിൽ സമ്മർദ്ദം വർദ്ധിച്ചിരിക്കുകയാണ്. 2026 ബ്രന്റ് ക്രൂഡ് ശരാശരി ഏകദേശം ബാരലിന് $86.81 വരെ ആകുമെന്നാണ് പുതിയ പ്രവചനം എത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, ക്രൂഡ് ഓയിൽ വിലയാണ് പ്രധാന ഘടകമാകുന്നത്. അമേരിക്കൻ പമ്പിലെ വിലയിൽ ഏറ്റവും വലിയ പങ്ക് ക്രൂഡ് ഓയിലിനാണ്. അതിനാൽ അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ വില ഉയർന്നാൽ അമേരിക്കയിലും പെട്രോൾ വില ഉയരും. മറ്റൊന്ന്, റിഫൈനറി മാർജിൻ ഉയരുന്നു എന്നുള്ളതാണ്. ക്രൂഡ് എണ്ണയെ ഗ്യാസോലൈൻ ആക്കി മാറ്റുന്ന റിഫൈനറിയുടെ കപ്പാസിറ്റിയിലും ആഗോള സമ്മർദ്ദം നിലനിൽക്കുന്നു. ഇതോടെ റിഫൈനറിയിലെ ചെലവ്, മാർജിൻ എന്നിവ ഉയരുകയാണ്. ഇതൊക്കെ എണ്ണ വിലയ്ക്ക് കാരണമാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അമേരിക്കയിലെ എണ്ണ ശേഖരം കുറഞ്ഞിരിക്കുന്നു. ഓഗസ്റ്റ് 7 അവസാനിച്ച ആഴ്ചയിൽ അമേരിക്കയിൽ എണ്ണ ശേഖരം ഏകദേശം 1 മില്യൺ ബാരലിന്റെ കുറവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മറ്റൊന്ന്, വേനൽക്കാലത്ത് അമേരിക്കയിൽ ഗ്യാസോലൈൻ ഡിമാൻഡ് സാധാരണ ഉയരുന്നതാണ്. അതിനാൽ സപ്ലൈ ടൈറ്റ് ആയിരിക്കുമ്പോൾ വിലയിൽ കൂടുതൽ സമ്മർദ്ദവും വരും. അമേരിക്കയിലെ പെട്രോൾ വിലയുടെ കണക്ക് ഇവിടെ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. അമേരിക്കയിൽ വില ഗാലനിലാണ്, നമുക്ക് നോക്കാം. ഇന്ത്യയിൽ ലിറ്ററിലാണല്ലോ പറയുക. ഒരു US ഗാലൺ അതായത് 3.785 ലിറ്റേഴ്സ് ആണ്. എന്നാൽ അമേരിക്കക്കാർ കൂടുതൽ വില അംഗീകരിക്കുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുകയാണ്. ഇതാണ് രാഷ്ട്രീയമായി ഏറ്റവും വലിയ ചോദ്യമായി ഇപ്പോൾ ഉള്ളത്. രാജ്യത്തിന്റെ വലിയ ലക്ഷ്യത്തിനായി കുറച്ചു കൂടുതൽ പെട്രോൾ വില നൽകണം എന്ന വാദം ദേശീയ സുരക്ഷയോ യുദ്ധലക്ഷ്യമോ മുൻനിർത്തി അവതരിപ്പിച്ചാൽ ചിലർ ഒരുപക്ഷെ അംഗീകരിച്ചേക്കാം. പക്ഷെ വില എത്ര കാലം ഉയർന്നു നിൽക്കും എന്നത് നിർണായകമായ ചോദ്യമാണ്. ഇപ്പോൾ ഗാലണിന് $4 മുകളിലുള്ള വില അമേരിക്കക്കാരിൽ ഇതിനകം സമ്മർദ്ദം സൃഷ്ടിക്കുകയാണ്. ഒരു വർഷം മുൻപത്തേക്കാൾ ഏകദേശം 30% കൂടുതലാണ് ഇത്. രാഷ്ട്രീയമായി ഇതിന്റെ അർത്ഥം ഇവിടെ വലിയൊരു കോൺട്രഡിക്ഷൻ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദേശീയ സുരക്ഷയ്ക്കായി കൂടുതൽ പെട്രോൾ വില നൽകൂ എന്ന സന്ദേശം തുടക്കത്തിൽ സ്വീകരിക്കപ്പെട്ടേക്കാം. അത്തരത്തിലുള്ള സന്ദേശമാണ് ഇപ്പോൾ ട്രംപ് നൽകുന്നത്. കൂടുതൽ വില നൽകുന്നത് ദേശീയ സുരക്ഷയ്ക്കാണ് എന്നുള്ളത്. പക്ഷേ ഡോളറിന് $4, $5, $6 ഗാലന് എന്ന തരത്തിൽ വില ഉയരുകയും അത് മാസങ്ങളോളം ഇങ്ങനെ തുടരുകയും ചെയ്താൽ ജനങ്ങളുടെ ചോദ്യം മാറും. തീർച്ചയായും വലിയ ലക്ഷ്യം എന്തായാലും അതിന്റെ ചിലവ് ഞങ്ങൾ എന്തിനു വഹിക്കണം, ഞങ്ങൾ മാത്രം എന്തിനു വഹിക്കണം, അമേരിക്കക്കാർ എന്തിനു വഹിക്കണം എന്നത് ഒരു രാഷ്ട്രീയ അപകടം പിടിച്ച ചോദ്യമായി വരികയാണ്. അമേരിക്കക്കാരുടെ ഭാഗത്തുനിന്ന് അത് ഉയരും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് 2026 US മിഡ് ടേം ഇലക്ഷൻസ് വരികയാണ്. അതിന്റെ പശ്ചാത്തലം നിലനിൽക്കുന്നു. ഗ്യാസോലൈൻ പ്രൈസ് വളരെ സെൻസിറ്റീവായ വിഷയമാണ് അമേരിക്കയെ സംബന്ധിച്ച്. ഇപ്പോഴത്തെ ഓയിൽ ഷോക്ക് ഇൻഫ്ലേഷനെ വീണ്ടും ഉയർത്തുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. അത്തരത്തിൽ പണപ്പെരുപ്പ് നിരക്ക് ഉയരാമെന്നുള്ളൊരു സാധ്യതയും കാണുന്നു. നോക്കാം, നമ്മൾ വളരെ വിശദമായി വിലയിരുത്തുകയാണ് എങ്ങനെയാണ് ഈ ഒരു സാമ്പത്തിക അടിത്തറ അമേരിക്കയ്ക്ക് നഷ്ടമാകുന്നത്, ഇളക്കം തട്ടുന്നത് എന്ന് നോക്കുകയാണ്. ചുരുക്കത്തിൽ അമേരിക്കൻ ജനത ചെറിയ തോതിലുള്ള വർധനവ് ദേശീയ സുരക്ഷയുടെ വില എന്ന നിലയിൽ ചിലപ്പോൾ അംഗീകരിച്ചേക്കാം. എന്നാൽ പെട്രോൾ വിലയുടെ വർധന ദീർഘകാലം തുടരുകയോ വീട്ടു ബജറ്റിനെ ശക്തമായി ബാധിക്കുകയോ ചെയ്താൽ അതിനെ രാഷ്ട്രീയമായി അംഗീകരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാകും. ഏറ്റവും ശ്രദ്ധേയമായ വിരോധാഭാസം നോക്കാം. ട്രംപ് പ്രസിഡന്റ് ആയതിന്റെ തുടക്കത്തിൽ തന്നെ
ഇത്തരത്തിൽ ഊർജ്ജത്തിൽ എനർജിയിൽ ആധിപത്യം ഉണ്ടാകും, കുറഞ്ഞ എനർജി ചെലവായിരിക്കും ഇനി, കുറഞ്ഞ വില. ഇത് അമേരിക്കൻ കുടുംബങ്ങൾക്ക് അദ്ദേഹം വാഗ്ദാനം നൽകിയിരുന്നതാണ്. അദ്ദേഹത്തിന്റെ സന്ദേശം അതായിരുന്നു. എന്നാൽ 2026 ജൂണിലും അദ്ദേഹം എണ്ണ കമ്പനികളെ ചോദ്യം ചെയ്ത് ഗ്യാസോലൈൻ വില കൂടുതൽ താഴെയായിരിക്കണമെന്നും ഓയിൽ കമ്പനികളുടെ വില കുറയുന്നതിന്റെ ഗുണം ഉപഭോക്താക്കൾക്ക് നൽകുന്നില്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്നും ഓയിൽ കമ്പനികളോട് പറഞ്ഞിരുന്നു. അതിനാൽ ഇപ്പോഴത്തെ സന്ദേശത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റം കാണാം. ഗ്യാസോലൈൻ വില കുറയ്ക്കും എന്ന വാഗ്ദാനത്തിൽ നിന്ന് എന്താണ് മാറിയത്? ദേശീയ സുരക്ഷയ്ക്കായി കുറച്ചു കാലം കൂടുതൽ വില സഹിക്കൂ എന്ന വിശദീകരണത്തിലേക്ക് ട്രംപ് എത്തുകയാണ്. ഇനി എന്താണ് ഇതിന്റെ യഥാർത്ഥ കഥ എന്ന് നോക്കാം. അമേരിക്കൻ ജനത ഇറാന്റെ ആണവായുധത്തെ കുറിച്ച് ഭയപ്പെടുന്നുണ്ടെങ്കിലും അതിന്റെ വില ഓരോ ആഴ്ചയും ഗ്യാസ് സ്റ്റേഷനിൽ നേരിട്ട് നൽകേണ്ടി വരുമ്പോൾ എത്ര കാലം അവർ അത് അംഗീകരിക്കുമെന്നതാണ് ട്രംപിന്റെ ഏറ്റവും വലിയ പരീക്ഷണം. ജൂലൈയിലെ ഒരു CNN രാഷ്ട്രീയ വിശകലനം ഈ പ്രശ്നം വ്യക്തമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വോട്ടർമാർക്ക് ഇറാന്റെ ഭീഷണിയേക്കാൾ നേരിട്ട് അനുഭവപ്പെടുന്നത് ഗ്യാസ് പമ്പിലെ വിലയാണ്. അതിനാൽ യുദ്ധത്തിന് തൊട്ട് മുമ്പുള്ള ഫെബ്രുവരി 24 വിലയുമായി താരതമ്യം ചെയ്താൽ കുറച്ച് കൂടുതൽ എന്ന ട്രംപിന്റെ വാക്ക് യഥാർത്ഥത്തിൽ ഏകദേശം 37% അധിക ചെലവായി മാറിയിരിക്കുകയാണ്. കൂടാതെ മെയ്യിൽ വില യുദ്ധത്തിന് മുമ്പത്തേക്കാൾ ഏകദേശം 53% കൂടുതലായിരുന്നു. ഇനി നമുക്ക് അമേരിക്കയുടെ പുതിയ ഭീഷണിയിലേക്ക് വരാം. പലപ്പോഴും ഇതൊരു തമാശയായി കാണുകയാണ് ലോകരാജ്യങ്ങൾ, അല്ലെങ്കിൽ ഇറാൻ. അടുത്ത ആഴ്ച തന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നടപടികൾ ഇറാനെതിരെ ഉണ്ടാകുമെന്നാണ് ട്രംപ് പറയുന്നത്. അമേരിക്ക ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, ട്രംപ് പ്രഖ്യാപിക്കുകയാണ് വീണ്ടും വീണ്ടും ഈ കാര്യം. ഇറാന്റെ ആണവ പദ്ധതിയെ ചൂണ്ടിക്കാട്ടിയാണ് ട്രംപ് ടെഹ്റാനെതിരെ ഇത്തരത്തിൽ സമ്മർദ്ദം ശക്തമാക്കുന്നത്. ലോകത്തിലെ ആകെ എണ്ണ LNG കയറ്റുമതിയുടെ ഏകദേശം 20% സാധാരണയായി ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ ഇത്തരത്തിൽ ഈ സംഘർഷം ശ്രദ്ധിക്കുന്നവർക്കൊക്കെ മനസ്സിലാകും ഇത്തരത്തിൽ എണ്ണ കയറ്റുമതി ഇറക്കുമതി കടന്നു പോകുന്ന ഗതാഗതം എത്രമാത്രമുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഹോർമൂസിലെ ദീർഘകാല തടസ്സം ആഗോള ഊർജ വിപണിയെ വലിയ രീതിയിൽ ബാധിക്കും. സംഘർഷം നീണ്ടുപോകാമെന്ന ആശങ്കയിൽ ഈ ആഴ്ച അന്താരാഷ്ട്ര എണ്ണവില ഉയർന്നു. ബ്രന്റ് ക്രൂഡ് ഓയിൽ ബാരലിന് $90 അടുത്തെത്തിയിരിക്കുന്നു. ഹോർമൂസ് അമേരിക്കൻ പ്രദേശമാക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം ഇറാൻ സംഘർഷം ഇനിയ പുതിയ വഴിത്തിരിവിലേക്ക് നീക്കുമോ എന്നുള്ള ആശങ്കയാണ് എല്ലാവർക്കും ഉള്ളത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സമാധാന ചർച്ചകൾക്ക് സാധ്യത പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. പക്ഷെ ട്രംപിന്റെ ഹോർമൂസ് അമേരിക്കൻ പ്രദേശമാക്കുമെന്ന പ്രഖ്യാപനം ചർച്ചകളെ വളരെ കൂടുതൽ സങ്കീർണമാക്കും. ഓഗസ്റ്റ് 15 ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ ട്രംപിന്റെ അവകാശവാദം ശക്തമായി തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇറാന്റെ ഇപ്പോഴത്തെ നിലപാട് എന്താണ്? ഇറാന്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഖാസിം ഖരീബാദി ട്രംപിന്റെ പ്രഖ്യാപനത്തിന് മറുപടിയായി വളരെ ശക്തമായ ഭാഷയാണ് ഉപയോഗിച്ചത്. അദ്ദേഹം പറഞ്ഞത് കേൾക്കുക. ഒരു ട്വീറ്റിലൂടെയോ വിമാനവാഹിനി കപ്പലിലൂടെയോ ഉത്തരവിലൂടെയോ തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിലൂടെയോ ഹോർമൂസ് പിടിച്ചെടുക്കാനാകില്ല. ഹോർമൂസ് ഇറാന്റേതായിരുന്നു, ഹോർമൂസ് ഇറാന്റേതായിരുന്നു, ഇപ്പോഴും ഇറാന്റേതാണ്, തുടർന്നും ഇറാന്റേതായിരിക്കും എന്നാണ് അദ്ദേഹം അസന്നിഗ്ധമായി വ്യക്തമാക്കിയത്. ഹോർമൂസ് തുറക്കുന്നതും അടയ്ക്കുന്നതും ഇറാന്റെ നിയന്ത്രണത്തിലായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇത് നോക്കുമ്പോൾ ട്രംപിന്റെ US ടെറിട്ടറി പ്രഖ്യാപനം ഇറാൻ അംഗീകരിക്കാൻ ഒരു സാധ്യതയും ഇപ്പോൾ കാണുന്നില്ല. എന്നാൽ സമാധാന ചർച്ചകൾക്ക് സാധ്യതയുണ്ടെന്നുള്ളതാണ് ചോദ്യം. ഉണ്ട്. പക്ഷെ ഇപ്പോൾ നേരിട്ടുള്ള വലിയ ഏറ്റുമുട്ടലിനേക്കാൾ നയതന്ത്രത്തിനാണ് സാധ്യത കൂടുതൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ US-ഉം ഇറാനും തമ്മിൽ ഇടനിലക്കാരിലൂടെ സന്ദേശങ്ങൾ കൈമാറുന്നുണ്ട്. ഇറാൻ ഇതിനെ ഔദ്യോഗിക നെഗോഷിയേഷൻസ് എന്ന് വിളിക്കാൻ തയ്യാറല്ലെങ്കിലും ആശയവിനിമയം തുടരുന്നുണ്ട്. അതേസമയം ഹോർമൂസുമായി ബന്ധപ്പെട്ട ഒമാനിലൂടെ ചർച്ചകൾ നടന്നിരുന്നു. ചില ഘട്ടങ്ങളിൽ കരാറിന് അടുത്തെത്തിയതായും ഇരുപക്ഷവും സൂചന നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ വലിയ തടസ്സങ്ങൾ വീണ്ടും ഉണ്ടാക്കിയിരിക്കുന്നു. അമേരിക്കയുടെ ഈ ഒരു പ്രസ്താവനകൾ തന്നെയാണ് കാരണം. അമേരിക്ക ഇറാനെതിരായി ഉപരോധം ശക്തമാക്കുന്നു. ഹോർമൂസിൽ നാവിക ഉപരോധം തുടരുന്നു. ഉപരോധം നീക്കാതെ ഹോർമൂസ് പൂർണ്ണമായി തുറക്കാൻ ഇറാൻ ഒരു കാരണവശാലും തയ്യാറല്ല. മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികൾ തിരികെ നൽകണമെന്ന ആവശ്യം അവർ ശക്തമായി നേരത്തെ തന്നെ ഉന്നയിക്കുന്നുണ്ട്. യുദ്ധനാശത്തിന് നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്നു നേരത്തെ തന്നെ. അതിനിടെ ട്രംപ് ഇറാനെ കൂടുതൽ സാമ്പത്തികമായി സമ്മർദ്ദത്തിലാക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പരസ്പരം സാമ്പത്തിക സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമം. ഇനി സംഘർഷം ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്ന് നോക്കാം. 3 സാധ്യതകളാണ് മുന്നിലുള്ളത്. ഇറാനും അമേരിക്കയും നേരിട്ട് സമാധാനത്തിലേക്ക് പോകുന്നതിന് പകരം അദ്ദേഹം ഹോർമൂസിൽ കപ്പൽ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിക്കുന്ന ഒരു ഇടക്കാല ധാരണ ഉണ്ടാക്കാൻ ഒരു പക്ഷേ ശ്രമിച്ചേക്കാം. ഇതുകൊണ്ട് ഇരുപക്ഷത്തിനും ഒരു മുഖം രക്ഷിക്കാനാവും. രണ്ട് രാജ്യങ്ങളും യുദ്ധമുഖത്ത് നിൽക്കുന്നത് കൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളുടെയും ജനത എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് വ്യക്തമല്ലാത്തതുകൊണ്ട് ഒരു പക്ഷേ അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇരു രാജ്യങ്ങൾക്കും ആരാണ് തോറ്റത് ആരാണ് ജയിച്ചത് എന്നുള്ള ചോദ്യം ഒഴിവാക്കാനായി ഇരുപക്ഷത്തിനും ഇക്കാര്യത്തിൽ മുഖം രക്ഷിക്കാനാവും. അതാണ് ഉദ്ദേശിക്കുന്നത്. ട്രംപ് ഇപ്പോൾ സൈനിക വിജയത്തെക്കാൾ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിന് സൂചന നൽകുന്നു. ഇറാന്റെ എണ്ണ കയറ്റുമതി, തുറമുഖങ്ങൾ, ഷിപ്പിംഗ് എന്നിവയിൽ സമ്മർദ്ദം വർദ്ധിച്ചാൽ
ടെഹ്റാനെ ചർച്ചയിലേക്ക് കൊണ്ടുവരാമെന്നാണ് വാഷിംഗ്ടന്റെ കണക്കുകൂട്ടൽ. ഒരു വലിയ അപകടം കാണുന്നത് ഇങ്ങനെയാണ്. ഇറാൻ ഹോർമൂസ് ഇറാന്റേതാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും അമേരിക്ക അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ നിലവിലെ സംഘർഷം ഒരു പ്രാദേശിക യുദ്ധത്തിൽ നിന്ന് ആഗോള ഊർജ പ്രതിസന്ധിയിലേക്ക് ഉറപ്പായി മാറും. ഇറാൻ ഇനി എന്തു ചെയ്യും? ഇപ്പോൾ ഇറാന്റെ ഏറ്റവും സാധ്യതയുള്ള തന്ത്രം എന്തായിരിക്കും എന്ന് അറിയാം. ഇറാൻ ചർച്ചകൾ പൂർണ്ണമായി അടക്കില്ല, പക്ഷേ സമ്മർദ്ദത്തിന് ഒരു കാരണവശാലും ഇറാൻ കീഴടങ്ങുകയുമില്ല. അതാണ് ഇപ്പോഴത്തെ ഇറാനിയൻ സമീപനം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവർ ഒമാൻ, ഖത്തർ, പാകിസ്ഥാൻ തുടങ്ങിയ ഇടനിലക്കാരിലൂടെ സന്ദേശങ്ങൾ കൈമാറുന്നത് തുടരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഹോർമൂസിന്റെ നിയന്ത്രണം അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കുകയോ ട്രംപിന്റെ US ടെറിട്ടറി അവകാശവാദം അംഗീകരിക്കുകയോ ചെയ്തത് ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ദേശീയ സുരക്ഷാ നിലപാടിലും വളരെ വലിയ തോൽവിയായി കണക്കാക്കപ്പെടും. അങ്ങനെ തോൽക്കാൻ ഇറാൻ തയ്യാറാകുകയുമില്ല. അമേരിക്ക നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ നോക്കാം. ഹോർമൂസ് അമേരിക്കയുടേതല്ല. നിയമപരമായ വലിയ തടസ്സം ഹോർമൂസിന്റെ ജലപ്രദേശം ഇറാനും ഒമാനും തമ്മിൽ പങ്കിട്ടിരിക്കുന്നതാണ് എന്നുള്ളതാണ്. അതിനാൽ അമേരിക്കയ്ക്ക് ഏകപക്ഷീയമായി ഇത് ഇനി അമേരിക്കൻ പ്രദേശമാണ് എന്ന് പ്രഖ്യാപിച്ചാൽ മാത്രം പരമാധികാരം മാറല്ല. ഇവിടെ അമേരിക്കയ്ക്ക് നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യം, ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ കടലിടുക്ക് യുദ്ധത്തിലൂടെ സ്വന്തമാക്കാൻ കഴിയുമോ? അത് അന്താരാഷ്ട്ര നിയമത്തിലും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. മറ്റൊന്ന് മൈനുകളാണ്. ഏറ്റവും വലിയ തലവേദന ഇതാണ്. ഹോർമൂസ് തുറക്കുക എന്നത് ഇറാന്റെ യുദ്ധക്കപ്പലുകളെ മാത്രം തകർക്കുക എന്നല്ല, കടലിൽ സ്ഥാപിച്ച മൈനുകൾ കണ്ടെത്തി നീക്കം ചെയ്യണം. ഇത് വളരെ പതുക്കെയുള്ള പ്രക്രിയയാണ്. അതിനിടയിൽ അമേരിക്കൻ കപ്പലുകൾക്കും കൊമേഴ്സ്യൽ വാണിജ്യ ടാങ്കുകൾക്കും അപകട സാധ്യത തുടരുകയാണ്. കാരണം മൈനുകൾ കടലിടുക്കിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ഇറാന്റെ ഏറ്റവും ശക്തമായ ആയുധം എന്താണ് എന്ന് നോക്കാം. അങ്ങനെയെങ്കിൽ അമേരിക്കയെ തോൽപ്പിക്കുക എന്നതല്ല, അമേരിക്കയ്ക്ക് വിജയം ചെലവേറിയതാക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ വലിയൊരു സാമ്പത്തിക തന്ത്രം. ഹോർമൂസിൽ ചെറിയ തോതിലുള്ള ആക്രമണം പോലും ലോക വിപണിയെ ബാധിക്കും. ഇതിനകം തന്നെ ഹോർമൂസിലൂടെയുള്ള കപ്പൽ ഗതാഗതം സാധാരണ നിലയിലേക്കാൾ താഴെയായിരിക്കുന്നു. ഇറാനെ പൂർണ്ണമായി കീഴടക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. അത് വലിയ യുദ്ധമായി മാറും. ഇറാനെ രാഷ്ട്രീയമായി കീഴ്പ്പെടുത്താൻ അതിലും ബുദ്ധിമുട്ടാണ്. ഒരു സൈനിക ആക്രമണം ഇറാനിലെ ദേശീയതയും അമേരിക്ക വിരുദ്ധ വികാരവും കൂടുതൽ ശക്തമാക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ചർച്ചകൾ ഇപ്പോഴും പ്രധാനപ്പെട്ടത് എന്ന് ഇവിടെ തുടരുന്നത്. ഒരു യഥാർത്ഥ ട്വിസ്റ്റ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അമേരിക്കയ്ക്ക് ഹോർമൂസ് തുറക്കാൻ സൈനിക ശക്തിയുണ്ട്, പക്ഷേ ഇറാനെ പൂർണ്ണമായി കീഴ്പ്പെടുത്താനുള്ള ചെലവ് വഹിക്കാൻ അമേരിക്കയ്ക്ക് താല്പര്യമുണ്ടോ എന്നതാണ് ചോദ്യം. അതേസമയം ഇറാനും തിരിച്ചറിയുന്നുണ്ട്, ഹോർമൂസ് ദീർഘകാലം അടച്ചിടുന്നത് ഇറാനെ മാത്രമല്ല ലോക സമ്പദ് വ്യവസ്ഥയും ബാധിക്കും. അതോടൊപ്പം ഇറാനെതിരായ അന്താരാഷ്ട്ര സമ്മർദ്ദവും വർദ്ധിക്കും. അതിനാൽ ഇപ്പോഴത്തെ ഏറ്റവും യഥാർത്ഥമായ സെനാരിയോ എന്താണെന്ന് നോക്കാം. അമേരിക്ക ഹോർമൂസിൽ നിയന്ത്രണം സ്ഥാപിക്കാൻ ശ്രമിക്കും. ഇറാൻ പൂർണ്ണമായി വഴങ്ങില്ല. ഒടുവിൽ സൈനിക സമ്മർദ്ദത്തിനൊപ്പം ഒരു നയതന്ത്ര ചർച്ചകളും തേടേണ്ടി വരും. നിലവിലെ ചർച്ചകൾ ഇതിനകം തന്നെ ഹോർമൂസിന്റെ റീഓപ്പണിംഗ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉപരോധങ്ങൾ, നഷ്ടപരിഹാരം തുടങ്ങിയ വിഷയങ്ങളിൽ കുടുങ്ങി കിടക്കുകയാണ്. അത് മാറിയിട്ടില്ല. അതിനാൽ ട്രംപിന്റെ പ്രഖ്യാപനം യഥാർത്ഥത്തിൽ ഒരു ഹോർമൂസ് പ്രദേശം പിടിച്ചടക്കാനുള്ളതാണോ അതോ ഇറാനെ ചർച്ചാ മേശയിലേക്ക് കൊണ്ടുവരാനുള്ള പരമാവധി സമ്മർദ്ദ തന്ത്രമാണോ എന്നതാണ് ഇനി വ്യക്തമാകേണ്ട കാര്യം. എന്തായാലും അമേരിക്കൻ ജനത ദുരിതത്തിലേക്ക് നീങ്ങുന്നു എന്നതും ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ടതുണ്ട്. കാരണം അവർക്ക് ഇന്ധനമടിക്കാൻ, അവരുടെ വാഹനങ്ങളിൽ പെട്രോൾ അല്ലെങ്കിൽ ഗ്യാസ് നിറയ്ക്കാൻ കൂടുതൽ ചെലവേറുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ അമേരിക്കൻ ജനതയിലേക്ക് ഈ യുദ്ധം ഓരോ വിനകൾ വരുത്തി വെക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്ന ചിത്രം.